നിങ്ങൾക്ക് ചിലപ്പോൾ അത് തമാശയായിരിക്കും. മറ്റുള്ളവരുടെ ലൈഫ് വെച്ച് കളിക്കുക, അല്ലെങ്കിൽ അവരുടെ സ്നേഹം വെച്ച് കളിക്കുക എന്നുള്ളതൊക്കെ. ശരിക്കും അതൊരു തമാശയല്ല. എൻ്റെ ഒരു ക്ലയന്റ് പറഞ്ഞതാണ്. ആളൊരു കുട്ടീനെ ഇൻസ്റ്റാഗ്രാം വഴി ഇഷ്ടപ്പെട്ടു. ആ കുട്ടിക്കാണെങ്കില് ഹസ്ബൻഡ് ഉണ്ട്, 2 കുട്ടികളും ഉണ്ട്. പക്ഷെ ഈ കാര്യം അയാൾക്ക് മുമ്പ് അറിയില്ലായിരുന്നു. പക്ഷെ അത്രയും ടൈമില് ഇയാളുടെ മനസ്സിലുണ്ടായിരുന്ന ആ കുട്ടിയോടുള്ള ഒരു എമോഷണൽ കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് അത്രക്കും വലുതായിരുന്നു. ഈ കുട്ടി ഇയാൾക്ക് പിന്നെയും പിന്നെയും ഹോപ്പ് കൊടുക്കുക, സ്നേഹം കൊടുക്കുക, കല്യാണം കഴിക്കാന്നുള്ള വാഗ്ദാനങ്ങൾ കൊടുക്കുക. കുട്ടി ഇതുപോലെ വേറെയും ഇവന്റെ ഒരുപാട് ഫ്രണ്ട്സിന്റെ അടുത്ത് ഇതുപോലെ ഇങ്ങനെ ചാറ്റിങ്ങും കാര്യങ്ങളും കോളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് അറിഞ്ഞിട്ട് പോലും ഇവൻ ഒരുപാട് വാൺ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്യരുത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവൾക്കെല്ലാം ഒരു ടൈം പാസ് ആയിരുന്നു. പക്ഷെ ഇവിടെ എഫക്റ്റ് ആകുന്നത് ഇവരെ പോലുള്ള പാവം മനുഷ്യന്മാരാണ്. നിങ്ങൾ ഒരിക്കലും ഒരാളുടെ ലൈഫ് വെച്ചിട്ട് അല്ലെങ്കിൽ അയാളുടെ അത്രയും പ്രിഷ്യസ് ആയിട്ടുള്ള സ്നേഹം വെച്ച് കളിക്കരുത്. നിങ്ങൾക്ക് ചിലപ്പോൾ ടൈം പാസ് ആയിരിക്കും, പക്ഷെ മറ്റുള്ളവരുടെ മനസ്സിൽ അത് എത്രത്തോളം എഫക്റ്റ് ആകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഒരിക്കലും ഞാൻ ഗേൾസിന് എഗെയിൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ബോയ്സിനെ സപ്പോർട്ട് ചെയ്ത് പറയുമല്ല. ഇങ്ങനത്തെ ഓരോ മനുഷ്യന്മാരിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മുടെ ഓപ്പോസിറ്റ് ആളുടെ സ്നേഹത്തിനൊരു ഗെയിം പോലെ കാണാതിരിക്കരുത്. നിങ്ങളുടെ ടൈം പാസിനുള്ള ആൾക്കാരല്ല അവര്. അവരുടെ എമോഷൻസ് വെച്ചിട്ടാണ് നിങ്ങൾ കളിക്കുന്നത്.